നമസ്കാരം. മാസഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സന്തോഷവും ഭാഗ്യങ്ങളും ഒരുപാട് കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലയിലെല്ലാം നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ ഒരുപാട് സന്തോഷവും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാലും സാമ്പത്തികപരമായി നിങ്ങൾക്ക് അതായത് മുന്നിലെത്തുവാൻ സാധിക്കാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി, വലിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി, നിങ്ങൾക്ക് അതിൽ നഷ്ടങ്ങൾ ഉണ്ടാകുക, പ്രതീക്ഷിക്കുന്ന ലാഭങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതായത് പുതിയ ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പോലും അതിലെത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല, സമയത്തിന് തുടങ്ങുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ധനം കൈവരിക്കുവാൻ സാധിക്കാതെ ഒരുപാട് വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും. സാമ്പത്തികപരമായിട്ട് ഒരുപാട് അതായത് നിങ്ങൾക്ക് പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായി നടക്കുന്ന ഒരു മാസം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾക്ക് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായി തടസ്സങ്ങൾ ഉണ്ടാകുക. കാരണം ജോലി ലഭിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം കയ്യിൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി സംബന്ധമായി ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുക. അല്ലെങ്കിൽ നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ, ജോലി ചെയ്താലും ശമ്പളം കൃത്യമായി കിട്ടാത്ത ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. അപ്പോൾ ഇതിൽ മൂലം തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന വണ്ണം നിങ്ങൾ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഗണപതിക്ക് ഒരു നാളികേരമെല്ലാം മുടച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ ഏറെക്കുറെ ഒരു മാറ്റം ഉണ്ടാകുകയും സാമ്പത്തിക ഒരു പുരോഗതിയിലേക്ക് നയിക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ഇവർക്ക് ഏത് കാര്യത്തിനിറങ്ങിയാലും ആദ്യം സക്സസ് ആകുകയും പിന്നെ പുറകിലോട്ട് പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. സാമ്പത്തികപരമായി നേട്ടങ്ങൾ കൈവരിച്ചാലും നിങ്ങൾക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. ജോലി സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ യാത്രകൾ ചെയ്യുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളിങ്ങനെ യാത്രകൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് മടുപ്പുകൾ ജീവിതത്തിലുണ്ട്. അതായത് ഓവറായ യാത്ര മൂലം ശാരീരിക ബുദ്ധിമുട്ട്, മാനസികപരമായിട്ടുള്ള പ്രയാസം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു വിരക്തി, ഇതെല്ലാം മൂലം നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജീവിതം കൈവരിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ മനസ്സിനുള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ ധാരാളം ചിലവുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വീട് സംബന്ധമായ സാധനങ്ങൾക്കെല്ലാം വേണ്ടിയും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം കേടുപാട് സംഭവിക്കും, പുതിയത് വാങ്ങുന്നതിന് വേണ്ടിയോ, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയോ എല്ലാം വേണ്ടി നിങ്ങൾക്ക് ചിലവുകൾ ധാരാളമായി വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസമാണ്. അപ്പോൾ സ്ത്രീകളായ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രാശിക്കാർ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, കുടുംബമെല്ലാം നോക്കി നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നമുക്ക് ചിലവുകളെല്ലാം കുറച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം നഷ്ടങ്ങൾ വരുവാനും പറ്റിക്കപ്പെടുവാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ അതായത് ഒരു പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ലാഭത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ആദ്യമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നഷ്ടം വരും. അത് പൂർണ്ണമായും ആ ലാഭം കിട്ടാതെ വരുവാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുക. കണക്കുകളെല്ലാം കൃത്യമായി പരിശോധിക്കുക. നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുവാനുള്ള ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എന്നാലും ബിസിനസ്സിലൊക്കെ നേട്ടം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നഷ്ടങ്ങൾ വരാതെയും അല്ലെങ്കിൽ ആരും പറ്റിക്കപ്പെടാതെയും ഇരിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി
ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസം വ്രതത്തോടു കൂടി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജലധാര നടത്തുകയും ഭഗവാനെ പിൻവിളക്ക് തെളിയിക്കുക, നിങ്ങൾ വഴിപാടുകൾ അർപ്പിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മൂലം കൊണ്ടുവന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നമസ്കാരം. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസക്കാലഘട്ടം വളരെ തിരക്കേറിയതായിരിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുമൂലം തന്നെ നിങ്ങൾക്ക് ടെൻഷൻ കൂടുകയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് മൂലം വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു മാസം തന്നെയായിരിക്കും. എന്നിരുന്നാലും അതിൻ്റെതായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായിട്ടും സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനം സേവ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും വീട്ടിനുള്ളിൽ, അതായത് കുടുംബത്തിനുള്ളിൽ കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും, അതായത് കുടുംബസ്വത്തിൽ നിന്നുള്ള ആദായത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് വസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ നിങ്ങളുടെ പേരിൽ കേസോ വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മുൻപുള്ള കേസുകളുടെ വാദങ്ങളെല്ലാം ഈ ഒരു മാസത്തിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ അധികം സൂക്ഷിക്കുക. അതിൽ നിങ്ങൾ പരാജയപ്പെടുവാനും നിങ്ങൾക്ക് നഷ്ടം വരുവാനും സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംസാരിച്ച്, അതിൽ പുതിയ പരമായിട്ടുള്ള കേസുകളിലും പഴയപരമായ കേസുകളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്ന് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ വിജയിക്കും എന്ന് കരുതിയിരിക്കുന്ന പല കേസുകൾക്കും നമുക്ക് വിപരീതമായി വിധി വരുവാനും നമ്മൾ പരാജയപ്പെടുവാനും അതിൽ മൂലം നമുക്ക് ധനനഷ്ടവും മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ എന്ത് തരം കേസുകൾ, വഴക്കുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഒതുക്കി തീർത്തു പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. സംസാരമെല്ലാം സ്വയം നിയന്ത്രിക്കുക. നിങ്ങളുടെ സംസാരം മൂലം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു സമയം തന്നെയാണ്. നിങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക. അത് രൗദ്രദേവതയായ ഭദ്ര, ദുർഗ, ചാമുണ്ടേശ്വരി എന്നിങ്ങനെ ദേവിമാരെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ദേവിയുടെ നാമം ജപിക്കുക, ദേവീ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നമസ്കാരം. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പുരോഗതി നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്തെല്ലാം പുരോഗതികളും നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇതിൽ നിന്നും നേരെ വിപരീതമായി വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യ ഒരു 2 ആഴ്ചകളിലെല്ലാം കിട്ടുന്ന ഒരു സാമ്പത്തികം സേവ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ അഹങ്കരിക്കാതെ നിങ്ങൾക്ക് വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാനെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ല രീതിയിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയും അല്ലെങ്കിൽ സാമ്പത്തികം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ കുറച്ച് നാൾ, അതായത് 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും ജോലി ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുക. നല്ല സാമ്പത്തികം, ഇപ്പോൾ ആദ്യം കിട്ടിയ സാമ്പത്തികമെല്ലാം ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളും ഇതുപോലെ തന്നെയാണ്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വീട്ടിൽ ഒരു സന്തോഷപരമായ അവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, കുട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, മുതിർന്ന വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മുരുകൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറി വിദേശത്ത് പോകുവാനും അവിടെ ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുവാനും എല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്.
അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ചില വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതാറുണ്ട് വിദേശത്ത് പോകുവാൻ വേണ്ടി. ഈ ഒരു മാസത്തിൽ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ പരീക്ഷകളെല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വിജയം കൈവരിക്കുവാനും അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുവാനോ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോകുവാനോ എല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു മാസത്ത് നേടിയെടുക്കുവാൻ സാധിക്കും. വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകാനെല്ലാം സാധിക്കും. എന്നിരുന്നാലും ഇവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. കുടുംബത്തിനുള്ള അനാവശ്യമായ സംസാരങ്ങളെല്ലാം ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ ദമ്പതിമാർ തമ്മിൽ പല വിഷയങ്ങൾക്കും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും എതിർപ്പ് ഉണ്ടാകുകയും അത് പിന്നെ പ്രശ്നങ്ങളിലോട്ട് പോവുകയും വലിയ വലിയ വഴക്കുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് മുഖാന്തരം നിങ്ങൾ പിരിഞ്ഞിരിക്കുക, അകന്നിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു മാസത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചും ഭഗവാന് വഴിപാടുകൾ അർപ്പിച്ചുമെല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും നല്ലൊരു നേട്ടങ്ങളും അല്ലെങ്കിൽ ധനലാഭങ്ങളും ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു സമയം ഈ ഒരു മാസ കാലയളവിൽ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക അല്ലെങ്കിൽ അവിടെ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകുവാനും വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നം മൂലം ചെറിയ ആശങ്കകൾ ഉണ്ടാകുക, അതുമൂലം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ഒത്തിരി സീരിയസായ കണ്ടീഷനിലോട്ട് പോകുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ചിലവും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ രാശിക്കാരുടെ വീടുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളൊരു വ്യക്തിയും അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ ബന്ധുക്കളുമായോ സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. കാരണം ഈ ഒരു മാസത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം മൂലവും പെരുമാറ്റവും മൂലം നിങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധവും ആയിട്ടും അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിലുമായിരിക്കും. എന്നിരുന്നാലും അവരുടെ ഉൾക്കൊള്ളുന്നത് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്കത് നെഗറ്റീവായി വരികയും നിങ്ങളുടെ പേരിൽ ശത്രുതയുണ്ടാവാനും എല്ലാം സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു മാസം തന്നെയാണ്. പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുക, പിരിയുക, അകലുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക, പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അവൻ്റെ നാമം ജപിച്ചുമെല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസക്കാലയളവിൽ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു പോകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈശ്വര വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. കൂടുതലും തീർത്ഥയാത്രകൾ ചെയ്യുവാൻ സാധിക്കും. ആ യാത്രയിലൂടെ ഒരുപാട് നേട്ടങ്ങളും നിങ്ങളുടെ മനസ്സമാധാനവും എല്ലാം കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾ സമൂഹത്തിൽ നന്മകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളാണ്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുകയും മറ്റുള്ളവരെ അംഗീകരിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് മാനസികപരമായ സന്തോഷങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന സമയമാണ്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന വിജയം കൈവരിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വിജയത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള താല്പര്യം കുറയുവാൻ സാധ്യത വളരെ കൂടുതലാണ്. രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. കാരണം പഠിത്തത്തിൽ നമ്മൾ കൂടെ നിന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ നോക്കി പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പഠിത്തത്തിൽ നിന്നും വളരെ പുറകിലോട്ട് പോവുകയും അതൊരു കുട്ടികളുടെ ഭാവിയെ ബാധിക്കുകയും നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്.
കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഈ ഒരു മാസ കാലയളവിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുക, ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. വൃശ്ചികം രാശി, വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു മാസം തന്നെയായിരിക്കും. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബിസിനസ് പരമായി അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പോലും അതിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ശത്രുക്കൾ ഒരുപാട് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മത്സരങ്ങളായിരിക്കും ബിസിനസ്സിന് വേണ്ടി. അതിൽ നിങ്ങൾ വളരെ അധികം ആത്മാർത്ഥമായിട്ട് മനസ്സർപ്പിക്കുകയും പ്ലാനിങ്ങോട് കൂടുകയും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റേതായ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു മാനസികമായ സന്തോഷവും സാമ്പത്തിക നേട്ടവും കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലയളവും ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തിച്ചേരുവാൻ വേണ്ടിയും അവരുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുവാൻ വേണ്ടിയും അല്ലെങ്കിൽ കൂടുതൽ ധനം ശമ്പളം ലഭിക്കുവാൻ വേണ്ടിയും ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക. ഈസിയായിട്ട് നേടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പൂജിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലൊരു നേട്ടം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പ്രണയ അഭ്യർത്ഥനകൾ ഒരുപാട് വരുവാനും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ സ്നേഹിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളോട് വന്ന് ഇങ്ങോട്ട് സ്നേഹമാണെന്ന് പറയുകയും നിങ്ങൾക്ക് ഇങ്ങനെ ആരുടെങ്കിലും പ്രണയമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആകുകയും അല്ലെങ്കിൽ അത് വിവാഹത്തിലോട്ട് എത്തിച്ചേരുകയും അവരുമായിട്ടുള്ള നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാനും ഒരു ആരംഭമെല്ലാം കുറിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. കുടുംബജീവിതത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായ നേട്ടം മൂലമെല്ലാം സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പുതിയ വാഹനങ്ങളെല്ലാം വാങ്ങുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വീട്, വസ്തു ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു പ്ലാനിങ് എല്ലാം തയ്യാറെടുക്കുവാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും വെല്ലുവിളികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നിങ്ങളുടെ ഭാഗ്യവും സാമ്പത്തിക നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നമസ്കാരം. ധനുരാശി, ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ തന്നെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം ഒരു സഹായമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കുടുംബത്തിനകത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ സഹായിക്കുകയും അതിൽ നിന്ന് നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കുവാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ധനം വരുന്നതിനേക്കാളും കൂടുതൽ ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഈ ഒരു മാസക്കാലയളവ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ചെക്കപ്പുകൾ ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും മെഡിസിൻ കഴിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിലിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പോകുവാൻ സാധ്യത വളരെ കൂടിയ ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു മാസ കാലഘട്ടം. അപ്പോൾ നിങ്ങൾ അതിന് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിന് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വയ്ക്കരുത്. ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നല്ല രീതിയിലൊരു ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടെല്ലാം സന്തോഷപരമായ രീതിയിൽ മുന്നേറുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. രക്ഷകർത്താക്കൾ അതിനെല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. പഠിക്കുവാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകും
എന്നുണ്ടെങ്കിലും അവസാന പരീക്ഷയിൽ ഈ ഒരു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ലൊരു മാർക്കോടുകൂടി വിജയിക്കുവാനുള്ള സാധിക്കുന്ന വ്യക്തികളാണ്. മടി ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. മടി, അലസത, എന്ത് കാര്യങ്ങളും മാറ്റിവെക്കാം അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. മകരൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടും നിങ്ങൾ ആസൂത്രണം ചെയ്ത് വച്ചിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിജയത്തിൽ എത്തിച്ചേരുവാനും അതിൽ ലാഭമുണ്ടാകുവാനും നേട്ടമുണ്ടാകുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ എങ്ങനെയാണോ ചെയ്യാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി തന്നെ അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഓഹരി വിപണിയിലെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു മാസമാണ്. നിങ്ങൾ ഇതിൽ പൈസ പുതുതായി നിക്ഷേപിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ വിദഗ്ധരായ വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ മുൻ പരിചയമുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മുന്നോട്ട് പോകുക. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുക, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് കാണുന്നുണ്ട്. കൂടാതെ ധനപരമായ കാര്യം, പണം നിങ്ങൾ ആർക്കെങ്കിലും സഹായമായി കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് സൂക്ഷിച്ച് വേണം ആൾക്കാരെ സഹായിക്കുവാൻ വേണ്ടി. കൂടാതെ സഹായിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ വലിയ എമൗണ്ടുകൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ധനമെടുത്ത് ഒരാളിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷമായാലും തിരിച്ച് കിട്ടാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ. കൂടാതെ നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് കടം വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടി ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടി നിങ്ങൾ ജാമ്യം നിൽക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതായത് കിട്ടാതെ വരിക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരിക, നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെയും കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളെയും നിങ്ങളുടെ കൂടപ്പിറപ്പുകളെല്ലാം സഹായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിൽക്കുക. തിരിച്ച് കിട്ടുവാൻ അല്പം കാലതാമസം കൂടുതലായി വരുന്നൊരു സമയം തന്നെയാണ്. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ആലോചനയോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ ഈ ഒരു വാരത്തിൽ കഴിയുക തന്നെ ചെയ്യും. വിജയത്തിൽ പൂർണ്ണമായും എത്തിച്ചേരുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചില സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ സ്വാധീനവും കഴിവും സാമ്പത്തികവുമുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും ആ സുഹൃത്തുക്കൾ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു മാസം തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുണ്ടെങ്കിൽ ഇരു കൈയും നീട്ടി അവരെ സ്വീകരിക്കുക. അവർ മുഖാന്തരം നിങ്ങൾക്ക് ജോലിയിൽ മാറ്റങ്ങളുണ്ടാകുക, ജോലിയിൽ നേട്ടങ്ങളുണ്ടാകുക, സാമ്പത്തിക മേൽക്കോയ്മ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. കൂടാതെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ പുതിയ ഐഡിയകൾ പറഞ്ഞു തരിക അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പുതിയ മേഖലകളിലോട്ട് നിങ്ങളെ എത്തിക്കുവാനും എല്ലാം സാധിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് വിവാഹം നടക്കാതിരുന്ന പല വ്യക്തികൾക്കും ഈ ഒരു മാസത്തിൽ വിവാഹ ആലോചനയിലോട്ട് എത്തിച്ചേരുക, ആ ഒരു വിവാഹ നിശ്ചയം വരെ എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഈ ഒരു സുഹൃത്ത് മുഖാന്തരമാകുവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ജീവിതത്തിൽ പല നേട്ടങ്ങളും മാറ്റങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരു വാരത്തിൽ നരസിംഹസ്വാമി, ഈ ഒരു മാസകാലഘട്ടം നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, നരസിംഹസ്വാമിയെ പൂജിക്കുക, നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയെല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ
കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. കുടുംബത്തിലെ സന്തോഷത്തിന് വേണ്ടി ധാരാളം സമയം അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, അതായത് വീട്ടിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആനന്ദം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി നിങ്ങൾ ധനം കൂടുതലായി ചിലവാക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ക്ക് വേണ്ടി, അതായത് ധനം ചിലവാക്കുക, അല്ലെങ്കിൽ പുറത്തോട്ട് ടൂറ് പോകുക, അല്ലെങ്കിൽ പുതിയ ഒരു സാധനങ്ങൾ, വീട്ടാവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒരു സാമ്പത്തിക ചിലവ് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തികൾക്കും ചിലവുകൾ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രണയം സാക്ഷാത്കരിക്കുകയും ആ പ്രണയബന്ധം നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹത്തിൽ എത്തിച്ചേരുകയും എല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ്. വാഹന സംബന്ധമായ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ആ ജോലിയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുവാൻ ഈ ഒരു മാസത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിത്യവും ജോലി ചെയ്യുന്ന ഡ്രൈവർ പോലുള്ള വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകുവാനും സാധ്യതയൊക്കെ കൂടുതലായി കാണുന്നുണ്ട്. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. സാമ്പത്തികമെല്ലാം സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാർഷിക മേഖലയിലും നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്, സൂക്ഷിക്കുക. ഡ്രൈവർ പോലുള്ള വ്യക്തികൾ, അതായത് വാഹന സംബന്ധമായ നിത്യവും ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. സാമ്പത്തികം സേവ് ചെയ്യുക. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും സാമ്പത്തികം സേവ് ചെയ്യുക. അനാവശ്യമായ ചിലവുകളൊന്നും ജീവിതത്തിൽ വരുത്തി വയ്ക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു പരാജയം നിങ്ങൾക്ക് മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും, അതായത് ഈ രാശിയിൽപ്പെട്ട എല്ലാവരും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാട് അർപ്പിക്കുക, പുഷ്പാഞ്ജലി എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.